കാസർഗോഡ് വീണ്ടും മുത്തലാഖ് പരാതി. ദേലമ്പാടി സ്വദേശിയായ 22-കാരിയാണ് ഭർത്താവ് മുത്തലാഖ് ചൊല്ലിയെന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. ഗർഭാവസ്ഥയിൽ പോലും ക്രൂരമായി മർദ്ദിച്ചെന്നും പരാതി. ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇപ്പോൾ റാഫിദ 24 ചേരുകയാണ്. എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? മുത്തലാഖ് പറഞ്ഞതാണ് പ്രശ്നം. പിന്നെ മാനസികമായി ശാരീരികമായി നല്ലോണം ഉപദ്രവിക്കും. സ്വർണത്തിൻ്റെ പേരിൽ തുടങ്ങിയത്. പിന്നെ ഒരു സൈക്കോ സ്വഭാവമാണ്. എടുക്ക് നല്ല സ്നേഹമുണ്ടാവും. പിന്നെ അതിനപ്പുറം നല്ലോണം മർദ്ദിക്കുക തന്നെ ഓരോരോ കാരണം കണ്ടെത്തിയിട്ട്. പിന്നെ നിൻ്റെ പോർക്കാർ ചിലവും തരുന്നില്ല, പൊന്ന് കുറഞ്ഞ് അതൊക്കെ പറഞ്ഞ് മർദ്ദിക്കും. എനിക്ക് മർദ്ദിക്കുമ്പോൾ കുഞ്ഞിക്കും മർദ്ദനം വെക്കും. അതൊന്നും പ്രശ്നമല്ല അവർക്ക്. ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ? മുന്നേ ഒരു അഫയർ ഉണ്ടായിന്. അത് ഭയങ്കര ബാഡായിട്ടുള്ള പിക്ചറും വീഡിയോസും കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. എന്ത് അത് മാരേജ് കഴിഞ്ഞ് പിന്നെ നോക്കുന്നുണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്തിനാ ഇപ്പോൾ നോക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ കേട്ട്. അത് നീ ചോദിക്കാൻ നീ ആരാ? അതെൻ്റെ ഇഷ്ടമല്ലേ പറഞ്ഞ് എന്നെ നല്ലോണം മർദ്ദിച്ച്. പ്രഗ്നൻസിയിൽ ചവിട്ടൊക്കെ ചെയ്തു. തല്ലിയിട്ട് ചോര വന്നതുകൊണ്ട് എന്നാലും കെയർ ആക്കല. 23 മുതൽ നിങ്ങൾ ഈ ശാരീരിക മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു. അത് ആദ്യം ഉമ്മ വലിച്ചിട്ടതാണ് സ്വർണത്തിൻ്റെ പേരിൽ. പിന്നെ മോനും ഉമ്മയും കൂടി മർദ്ദിക്കുവാൻ നല്ലോണം മർദ്ദിച്ച്. നിങ്ങൾ എവിടെയാണ് താമസം? നിങ്ങളെ ഭർത്താവ് നോക്കുന്നില്ലേ? ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഞാൻ വെളിഞ്ചം റൂമിലുണ്ടായത്. ആടെ നിന്ന് എന്നെ നല്ലോണം അടിച്ച് ചീത്തൊക്കെ വിളിച്ച് കസാര കൊണ്ടുപോയി തല്ലിയിട്ട് പറഞ്ഞ് നിന്നെ ഞാൻ 3 തൊല്ലാക്ക് ചെല്ലി, നീ ഇവിടുന്ന് പോയിക്കോന്ന് പറഞ്ഞ്. പിന്നെ ഞാൻ അവിടുന്ന് വന്ന് കുഞ്ഞിനും കൊണ്ടുവന്ന് ഇവിടെ തിരിച്ച് ബാങ്ക് കൊടുത്ത് തിരിച്ച് വരുമ്പോൾ നീ ഉണ്ടെങ്കിൽ ഞാൻ കൊല്ലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അല്ലെങ്കിൽ ഇവിടുന്ന് പോകണോ? അങ്ങനെ ഞാൻ ഇറങ്ങി വന്നതാണ്. നിങ്ങൾക്കും കുട്ടിക്കും ചെലവിനൊന്നും തരുന്നില്ല? ഇല്ല, ഇപ്പം ഒന്നുമില്ല. പരാതി കൊടുത്തിരുന്നു? പോലീസ് സ്റ്റേഷനുമായി പരാതിപ്പെട്ട് എന്തെങ്കിലും എനിക്ക് നീതി വേണം. പോലീസിനും കോടതി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ നീതിയായിട്ട് പോകുന്നുള്ളത്. മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചിരിക്കുകയാണ്. നിയമപരമായി മുന്നോട്ട് പോകാനാണ് അവരുടെ തീരുമാനം. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.